ഇപ്പോൾ നമ്മൾ പ്രധാനമായും കേൾക്കുന്ന വാർത്ത അമേരിക്ക പല രാജ്യങ്ങൾക്കും താരിഫ് അടിച്ചു കൊടുക്കുന്നു, അമേരിക്ക ആ കരാർ റദ്ദാക്കി ഈ കരാർ റദ്ദാക്കി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒരു ചിമിട്ടൻ പടി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ വ്ളാഡിമിർ പുടിൻ. എന്താണ് ആ സംഭവം എന്ന് നോക്കാം. അമേരിക്കയുമായിട്ടുള്ള പ്ലൂട്ടോണിയം നിർമ്മാർജ്ജന കരാർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റദ്ദാക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 2025 ഒക്ടോബർ 27, അതായത് തിങ്കളാഴ്ച കരാർ ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്ന ഒരു നിയമത്തിൽ അദ്ദേഹം ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയുക എന്നതായിരുന്നു ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിനിടയിലാണ് പുടിന്റെ ഈ നീക്കം എന്നും അറിയാൻ സാധിക്കുന്നു. പ്ലൂട്ടോണിയം ഉടമ്പടി പ്രകാരം സൈനിക ഉപയോഗത്തിന് ഇനി ആവശ്യമില്ലാത്ത 34 ടൺ ആയുധ ഗ്രേഡ് പ്ലൂട്ടോണിയം നശിപ്പിക്കാൻ അമേരിക്കയും റഷ്യയും ബാധ്യസ്ഥരായിരുന്നു. 2000 സെപ്റ്റംബറിൽ കരാർ ഒപ്പുവെച്ചു. 2010 ഇത് ഭേദഗതി ചെയ്തു. ശീതയുദ്ധ കാലഘട്ടത്തിലെ ആണവായുധങ്ങളുടെ ശേഖരം കുറയ്ക്കുക എന്നതായിരുന്നു ഇതിന്റെ ഉദ്ദേശം. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഏകദേശം 17,000 ആണവായുധങ്ങൾക്കുള്ള വസ്തുക്കൾ ഈ കരാർ ഇല്ലാതാക്കുമായിരുന്നു. 2016 ഒക്ടോബറിൽ തന്നെ റഷ്യ കരാർ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഈ സമയത്ത് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെയും നാറ്റോയുടെ കിഴക്കൻ അതിർത്തിയിലെ വർദ്ധിച്ചു വരുന്ന പ്രവർത്തനങ്ങളെയും ശത്രുപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത്. ഈ തീരുമാനത്തോടൊപ്പം റഷ്യ ഒരു പുതിയ ആണവ ക്രൂയിസ് മിസൈൽ ബ്യൂറവെസ്നിക് വിജയകരമായി പരീക്ഷിച്ചു. ലോകത്തിലെ ഏറ്റവും സവിശേഷമായിട്ടുള്ള മിസൈലാണെന്നും അതിന്റെ പറക്കൽ പരിധി ഏതാണ്ട് അനന്തമാണെന്നും പ്രസിഡന്റ് പുടിൻ അവകാശപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.